കോൺഗ്രസും UDFും കൃത്യമായ നിലപാട് പറയുന്നില്ല. അവർ കയ്യാലപ്പുറത്ത് തേങ്ങ പോലിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്തവണ അയ്യപ്പ സംഗമത്തിൽ പിടിച്ച് 2026 നിയമസഭയിൽ ജയിക്കാം, 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരാം എന്നാണ് അവർ വിചാരിക്കുന്നത്. 2026 തങ്ങൾക്ക് അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ UDF എന്ന സംവിധാനം, രാഷ്ട്രീയ മുന്നണി തരിപ്പണമാകും. സംഘപരിവാറിൻ്റെ നിഷേധാത്മക ക്യാമ്പയിൻ്റെ ഭാഗഭാക്കായി UDFും സതീശനും മാറുകയാണ്, പ്രതിപക്ഷ നേതാവും. അപകടകരമായ ഒരു അഴകുഴമ്പൻ നിലപാടിലേക്കാണ് UDF പോകുന്നത്. അത് ചെന്ന് ചേരുന്നത് സംഘപരിവാർ ക്യാമ്പിലാണ്. സെപ്റ്റംബർ 20 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി എങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗപ്പെടുത്താം എന്നാണ് കേരളത്തിലെ UDFും സംഘപരിവാറും ആലോചിക്കുന്നത്. അതേസമയം അയ്യപ്പ സംഗമത്തെ അതിൻ്റെ ശരിയായ ആംഗിളിൽ കാണുന്നതിൽ വെള്ളാപ്പള്ളി നടേശനും പുന്നല ശ്രീകുമാറും, അതായത് SNDP യോഗം ജനറൽ സെക്രട്ടറിയും KPMS ജനറൽ സെക്രട്ടറിയും വലിയൊരു പരിധിയോളം പരാജയപ്പെടുകയും ചെയ്തു. ഇതാണ് ഈ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന്. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രശ്നം UDF ഇതിൽ പങ്കെടുക്കണോ സഹകരിക്കണോ എന്നുള്ളതാണ്. കാരണം UDFിൽ ലീഗും കേരള കോൺഗ്രസും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അത് വേറൊരു രാഷ്ട്രീയമാണ്, അതിലേക്ക് വിശദമായി പിന്നീട് പോകേണ്ടതുണ്ട്. പുന്നല ശ്രീകുമാറിൻ്റെ പ്രശ്നം കാര്യത്തെ ശരിയായ അർത്ഥത്തിൽ അതിൻ്റെ മെറിറ്റിൽ മനസ്സിലാക്കുകയാണ്. അതായത് 2018 വിഖ്യാതമായ സുപ്രീം കോടതി വിധി, യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട, ശബരിമലയിൽ യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി, ആ വിധിക്ക് ആധാരമായ സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം, യുവതി പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം പിൻവലിക്കാൻ പോകുന്നു എന്ന പ്രതീതി എങ്ങനെയോ ഉണ്ടായിരിക്കുന്നു. അതിൽ പിടിച്ചാണ് പുന്നല ശ്രീകുമാർ പറഞ്ഞത്, സത്യവാങ്മൂലം പിൻവലിച്ചാൽ, തിരുത്തിക്കൊടുത്താൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞത്. അതും വിശദമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം രാഷ്ട്രീയമായി LDFന് അതിൻ്റെ പേരിൽ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നാണെങ്കിൽ, എടുക്കാത്ത തീരുമാനത്തിൽ പിടിച്ച് എങ്ങനെ LDFനെയോ CPMനെയോ LDFൻ്റെ സർക്കാരിനെയോ കടന്നാക്രമിക്കാൻ പുന്നല ശ്രീകുമാറിനെ പോലെ കാര്യങ്ങൾ അറിയാവുന്ന കാര്യഗൗരവമുള്ള ഒരാൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതിനൊക്കെ അപ്പുറമാണ് സംഘപരിവാറിൻ്റെയും UDFിൻ്റെയും രാഷ്ട്രീയ അജണ്ട. അതിൽ പ്രധാന കാര്യമുണ്ട്. അയ്യപ്പ സംഗമം എന്താണ് ഉന്നം വയ്ക്കുന്നതെന്ന് ഇവർക്ക് പിടിയിട്ടിട്ടില്ല. അതായത് ഒരു പിൽഗ്രിം ടൂറിസം എന്ന നിലയ്ക്ക് കാണുകയാണെങ്കിൽ, ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ എത്തുന്ന പമ്പയുടെയും ശബരിമലയുടെയും സന്നിധാനത്തിൻ്റെ സമീപ പ്രദേശങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങൾ, കൂടുതൽ വികസനം അടക്കമുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പിൽഗ്രിം ടൂറിസത്തിലാണ് ദേവസ്വം ബോർഡും അതുവഴി സർക്കാരും ഊന്നുന്നതെങ്കിൽ അത് പിന്തുണയ്ക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം വിശ്വാസികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് എല്ലാ കാലത്തും ജനാധിപത്യ സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണ്. ഏത് വിശ്വാസികളായാലും വിശ്വാസികളുടെ വിശ്വാസപരമായ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, പിന്തുണയ്ക്കുക, സംരക്ഷിക്കുക എന്ന് പറയുന്നതും വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ്. സംഘപരിവാർ കോൺഗ്രസ് വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്നതിന് ഭാഗമായാണ് പല കാര്യങ്ങളും പറയുന്നത്. അതിലേക്കാണ് ഇപ്പോഴും ഇവരെത്തിയിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തെ 2018 ശബരിമല വിധി ഉണ്ടായ സമയത്ത് സംഘപരിവാർ ഇതാണ് സുവർണാവസരം, വിഖ്യാതമായ പ്രയോഗമാണത്. എന്താണത്? നമ്മൾക്ക് അധികാരത്തിലെത്താൻ, അതിനുവേണ്ടി കേരളത്തിൽ കുറേ നിയമസഭാ സീറ്റുകൾ നേടിയെടുക്കാനെങ്കിലും സാധിക്കാൻ ഉള്ള ഒരു വലിയ സുവർണാവസരം എന്നാണ് അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. അത് പുറത്തു വന്നു, അകത്ത് നടന്ന വർത്തമാനം പുറത്തു വന്നു. ഇപ്പോൾ UDF ഇതൊരു സുവർണാവസരമായി കാണാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ മുന്നിൽ ഒരു അജണ്ടയുണ്ട്. ഇതിൽ ചാരി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നുകൂടുക. 2019 സംഘപരിവാർ കേരളത്തിൽ കലാപാന്തരീക്ഷത്തിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ അത് പൊളിറ്റിക്കലി എൻഗാഷ് ചെയ്തത്, രാഷ്ട്രീയമായി നേട്ടം കൊയ്തത് UDF ആണ്. 20-19 സീറ്റ് അവർക്ക് കിട്ടിയതിൽ ഒരു കാരണം ശബരിമലയുടെ പ്രശ്നത്തിൽ സംഘപരിവാർ നടത്തിയ ക്യാമ്പയിൻ്റെ ഇമ്പാക്റ്റ് കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണ അയ്യപ്പ സംഗമത്തിൽ പിടിച്ച് 2026 നിയമസഭയിൽ ജയിക്കാം, 10 വർഷത്തിന് ശേഷം അധികാരത്തിൽ വരാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു ലളിതമായ കാര്യം ഇതിൽ ചോദിക്കാനുള്ളത്, അയ്യപ്പ സംഗമം എന്ന ഒരു
ദേവസ്വം ബോർഡിൻ്റെ ഒരു കാര്യപരിപാടി, അതും യുവതി പ്രവേശവുമായി എന്താണ് ബന്ധം? യുവതി പ്രവേശത്തിൻ്റെ സത്യവാങ്മൂലവും അതിന് പശ്ചാത്തലമൊരുക്കിയ നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചയും തമ്മിൽ എന്താണ് ബന്ധം? ചുരുക്കി പറഞ്ഞാൽ, ശബരിമലയിൽ യുവതികൾ കയറണോ വേണ്ടോ എന്ന വിഷയം വീണ്ടും ചർച്ചയാക്കുന്നതും അയ്യപ്പ സംഘവുമായി എന്താണ് ബന്ധം? ഒറ്റ ബന്ധമേ ഉള്ളൂ, കേരളത്തിൽ അനാവശ്യമായ വിഭാഗീയത ഉണ്ടാക്കുക, അതുവഴി LDF സർക്കാരിനെയും LDF നേതൃത്വം കൊടുക്കുന്ന CPM-നെയും ഉന്നം വയ്ക്കുക. ആ ഉന്നം രാഷ്ട്രീയമാണ്. ആ ഉന്നം വേറൊന്നുമല്ല, സംഘപരിവാർ കൂടുതൽ രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കുക. കഴിയുമെങ്കിൽ 2016 നിയമം പോലെ 1-2 അക്കൗണ്ട് അസംബ്ലിയിൽ തുറക്കുക. അതിനപ്പുറം ഒന്നും അവർക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷയില്ല. കേരളം പിടിക്കും എന്ന് അമിത്ഷാ പറയുന്നത് ഇതൊക്കെ പ്രതീക്ഷയാണ്. 140-ൽ 71 സീറ്റ് നേടി കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് അവർ സ്വപ്നം പോലും കാണുന്നില്ല. പക്ഷേ UDF-ന് സ്വപ്നമുണ്ട്. 2016-ലും 2021-ലും LDF വിജയിച്ചിരിക്കുന്നു. അവർ അധികാരത്തിലാണ്, ഭരണ തുടർച്ചയിലാണ്. 2026-ലെങ്കിൽ തങ്ങൾക്ക് അധികാരത്തിൽ വരണം. അല്ലെങ്കിൽ UDF എന്ന സംവിധാനം, രാഷ്ട്രീയ മുന്നണി തരിപ്പണമാകും. അതിൻ്റെ നേട്ടം പ്രധാനമായും BJPക്ക് ഉൾപ്പെടെ ഉണ്ടാകും. അതൊഴിവാക്കാൻ അധികാരത്തിലെത്താനുള്ള അജണ്ട, അതിന് ഏത് വളഞ്ഞ വഴി സ്വീകരിക്കാൻ സതീശനും സംഘവും ഇറങ്ങിയിരിക്കുകയാണ്. നോക്കൂ, 2018 പോലെ തന്നെ കോൺഗ്രസും UDF-ഉം കൃത്യമായ നിലപാട് പറയുന്നില്ല. അവർ കയ്യാലപ്പുറത്ത് തേങ്ങ പോലിരിക്കുകയാണ്. എന്താണ്, സംഗമത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ? അയ്യപ്പ സംഗമം വേണോ? അതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളെ, വികസനപരമായ ലക്ഷ്യങ്ങളെ, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുള്ള അന്തരീക്ഷം കാണാനുള്ള പോസിറ്റീവായ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടോ? അതോ അതിന് രാഷ്ട്രീയമായി മാത്രം കാണുകയാണ്? വിശ്വാസം അപകടത്തിൽ എന്നുള്ള സംഘപരിവാറിൻ്റെ നിഷേധാത്മക ക്യാമ്പയിൻ്റെ ഭാഗഭാക്കായി UDF-ഉം സതീശനും മാറുകയാണ്, പ്രതിപക്ഷ നേതാവും. അപകടകരമായ ഒരു അഴകുഴമ്പൻ നിലപാടിലേക്കാണ് UDF പോകുന്നത്. അത് ചെന്ന് ചേരുന്നത് സംഘപരിവാർ ക്യാമ്പിലാണ്. 2018 അതാണ് സംഭവിച്ചത്. അയ്യപ്പ സംഗമം അതിൻ്റെ എല്ലാ മെറിറ്റിലും എല്ലാ ജനാധിപത്യപരമായ പൂർണ്ണതയിലും ദേവസ്വം ബോർഡും LDF സർക്കാരും നടത്തും. അത് ആരുടെയെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല. അത് മറ്റൊരു മാരാമൺ കൺവെൻഷനോ മറ്റൊരു ഹിന്ദു പാർലമെൻറ്റോ മറ്റൊരു സ്വലാത്ത് സമ്മേളനമോ അല്ല. അതിനെ അങ്ങനെ മനസ്സിലാക്കാനാണ് കേരളവും ഈ പറയുന്ന തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ആളുകളും ശ്രമിക്കേണ്ടത്. ഇനിയും ഈ വിഷയം പറയേണ്ടി വരും. നന്ദി, നമസ്കാരം.